എന്താ സൈനബ, നീ വല്ലാതെ ഇരിക്കുന്നത്? മുഖത്തൊരു തെളിച്ചവുമില്ലല്ലോ. എന്തു പറയാനാ ഹംസക്ക, പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയല്ലേ. എന്റെ ആസ്തിയുടെ കാര്യത്തിൽ ആ തർക്കം ഇതുവരെ തീർന്നില്ല. അവരെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നാണ് പറയുന്നത്. അതിന് നീ കേസ് കൊടുക്കാൻ പോയില്ലേ? കേസോ? അതിനൊക്കെ വലിയ വക്കീലന്മാരെ വെക്കണ്ടേ? എവിടെന്നാ അതിനൊക്കെയുള്ള പണം? കോടതിയിൽ കയറിയിറങ്ങിയാൽ ലക്ഷങ്ങൾ പൊട്ടുമെന്നാ കേട്ടത്. പാവപ്പെട്ടവൻ എന്ത് നീതി ഹംസക്ക. അതും ശരിയാണ്. വക്കീൽ ഫീസും പേപ്പർ പണിയും നമ്മളെ കൊണ്ട് താങ്ങുന്ന കാര്യമല്ല. പടച്ചോൻ എന്താന്ന് വെച്ചാ വിധിക്കട്ടെ എന്ന് കരുതി ഇരിക്കുകയേ വഴിയുള്ളൂ. ആ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമലൈക്കും ഹംസക്ക. വാലൈക്കും അസ്സലാം. ആ ഇതാര് വക്കീലാ? വാ ഇരിക്ക്. എന്താ ഹംസക്ക, രാവിലെ തന്നെ ഭയങ്കര ചിന്തയിലാണല്ലോ. ഒന്നുമില്ല, ആ സൈനബയുടെ കാര്യം ആലോചിച്ചിരിക്കുകയാണ്. പാവത്തിന് കോടതിയിൽ പോകാൻ പണമില്ലാത്തതുകൊണ്ട് കിടപ്പാടം പോകുന്ന അവസ്ഥയാണ്. പണമില്ലാത്തതുകൊണ്ട് നീതി കിട്ടാതിരിക്കില്ലെന്ന് ഹംസക്കാരാ പറഞ്ഞേ. അതിനല്ലേ നമ്മുടെ നാട്ടിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉള്ളത്. അതെന്താ സാധനം? പൈസ കൊടുക്കാതെ വക്കീലിന് കിട്ടുമോ? ഓ തീർച്ചയായിട്ടും കിട്ടും. 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം അർഹരായ ആളുകൾക്ക് വക്കീലിന്റെ സേവനവും കോടതി ചെലവുകൾ വരെ സർക്കാർ സൗജന്യമായിട്ട് നൽകും. അത് കൊള്ളാമല്ലോ. ആർക്കൊക്കെയാ അത് കിട്ടുക? ബാ നമുക്കേ സൈനബയുടെ അടുത്തേക്ക് പോവാം. കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആ പുതിയൊരാള് കൂടെ ഉണ്ടല്ലോ. ആരാ ഹംസക്ക? ഇതെന്റെ സുഹൃത്ത് വക്കീൽ. നീ വാ, പറയാം. സൈനവത്ത, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷദ്വീപിലെ ഭൂരിഭാഗം ജനങ്ങളും പട്ടികവർഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. നിയമപ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും വരുമാന പരിധി നോക്കാതെ തന്നെ സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. അപ്പൊ ഞാൻ വക്കീലിന് പണം കൊടുക്കണ്ടേ? നിങ്ങൾ ഒറ്റ പൈസ കൊടുക്കണ്ട. വക്കീലിന്റെ ഫീസ്, കോടതിയിലെ പേപ്പർ ചെലവുകൾ ഇതെല്ലാം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വഹിക്കുന്നതാണ്. ഇനിയിപ്പോ കോടതിയിൽ പോയി കേസ് നടത്തി വർഷങ്ങൾ കളയേണ്ടി വരില്ലേ വക്കീലെ? ഇല്ല, അതിനും വഴിയുണ്ട്. ലോക അദാലത്ത്, അതായത് കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളോ കോടതിയിൽ എത്തുന്നതിന് മുമ്പുള്ള തർക്കങ്ങളോ ഇരുപക്ഷവും തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാനുള്ള സംവിധാനമാണിത്. ഇവിടെ ജയിക്കുന്നവനും തോൽക്കുന്നവനും ഒന്നുമില്ല. രണ്ടു കൂട്ടരും യോജിപ്പിലെത്തുകയാണ് ചെയ്യുക. സത്യമായിട്ടും? എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞതാ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. കവരത്തിയിലോ മറ്റ് ദ്വീപുകളിലുള്ള ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഒരു വെള്ള കടലാസിൽ പരാതി എഴുതി നൽകിയാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതൊന്നും പറയാൻ വേണ്ടിട്ട് വന്നതാ. ചായ? പിന്നൊരിക്കലാവാം. നിയമം പണക്കാരനുള്ളത് മാത്രമല്ല, അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ഭിന്നശേഷിക്കാർ, കസ്റ്റഡിയിലുള്ളവർ, പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടവർ, നിശ്ചിത വരുമാനത്തിന് താഴെയുള്ളവർ, ഇവർക്കെല്ലാം നീതിയുടെ വാതിലുകൾ ഇവിടെ തുറന്നു കിടപ്പുണ്ട്. ഹംസക്ക, ലോകദാലത്തിൽ വെച്ച് എൻ്റെ ആ പ്രശ്നം തീർന്നു കിട്ടി. എനിക്കെൻ്റെ അവകാശവും കിട്ടി. ആരും ആരോടും പകയില്ലാതെ സമാധാനമായി പിരിഞ്ഞു. സന്തോഷമായി സൈനബ. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ഇരുട്ട്. നമ്മുടെ ദ്വീപിൽ ഇങ്ങനെയൊരു സംവിധാനമുള്ളപ്പോൾ ആരും നീതി കിട്ടാതെ വിഷമിക്കരുത്.